പതിവുപോലെ ഇന്നും ഷൂട്ട് ആരംഭിച്ചു. മേക്കപ്പ് ചെയ്യുകയാണ് എല്ലാവരും, ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടി. രാവിലെ തന്നെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. 7 മണിയോടുകൂടി ലൊക്കേഷനിലെത്തി. ഇന്ന് കുറേ സീനുകൾ ഷൂട്ട് ചെയ്യാനുണ്ട്. ഇന്ന് ലക്ഷ്മണേട്ടനുണ്ട്, കണ്ണൂരുള്ള ആബിദ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിക്കാണ് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൻ്റെ ബാക്കിൽ ഒരുപാട് ജാതി മരമുണ്ട്. നല്ല രസമാണ് എൻ്റെ കായൊക്കെ കാണാനായിട്ട്. പിന്നെ അടുത്തായിട്ട് സ്ക്രിപ്റ്റൊക്കെ പഠിക്കാനുള്ള പരിപാടിയാണ്. ശബരി സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് ശബരിയാണ് വായിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഒരുവിധം പഠിച്ചു. അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ അപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് കഴിച്ചത്. ഫുഡെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വന്ന ഞങ്ങളുടെ എപ്പിസോഡ് ആർട്ടിസ്റ്റുകളും ഞങ്ങളെല്ലാവരും കൂടി വാച്ച് ചെയ്യുകയാണ് കേട്ടോ. രാവിലെ അത് കുറച്ച് നേരം ആ വീഡിയോ നോക്കി. അതിനുശേഷം ഷൂട്ടിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. പൂജയൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ 2-3 സീൻ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് അടുത്ത കോസ്റ്റ്യൂം മാറാനും ഒക്കെ നിൽക്കുകയാണ്. എനിക്കിനി മേക്കപ്പ് ചെയ്യണം. എൻ്റെ സീൻ ഇനി അടുത്തതാണ് എടുക്കാൻ പോകുന്നത്. ശബരിയാണ് ഓരോ എപ്പിസോഡിൻ്റെയും സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങളെല്ലാവരെയും വായിപ്പിച്ച് കേൾപ്പിക്കും. വായിച്ച് കേട്ടതിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാരക്ടർ കറക്റ്റ് പിടിക്കാം. സന്തോഷ് സാറ്, സന്തോഷ് കോസ്റ്റ്യൂംസ് എത്തിയിട്ടുണ്ട്. രേഖ പിന്നെ പാട്ടുകാരിത്തിയാ. ഒരു പാട്ട് പാടുന്നാല് പെട്ടെന്ന് രണ്ടുപേരി ഒരു നേർത്ത തെന്നലോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു ഒരു രാത്രി കൂടി വിടാനവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. വളരെ മനോഹരമായിരുന്നു കേട്ടോ. 10,000 രൂപ സമ്മാനിച്ചിരിക്കുന്നു. നമ്മൾ നല്ല രസകരമായിട്ടാണ് ലൊക്കേഷനിലെ കാഴ്ചകൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെയാണ് ഞങ്ങൾ വീണ്ടും ഇടുന്നത്. ഇനി വീണ്ടും അടുത്ത സീൻ പഠിപ്പിക്കുകയാണ്. അടുത്ത സീൻ പഠിക്കാനായി ഞങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങളുടെ ടേബിളിൽ ഒത്തുചേർന്നു. ശബരി ആ സീനെല്ലാം പറഞ്ഞു തരികയാണ്. അത് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നൊരു സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം സ്ക്രിപ്റ്റെല്ലാം കറക്റ്റ് ശബരി പറഞ്ഞു തരുന്നു. ഞങ്ങളിത് പഠിക്കുന്നു. ഇത് സിങ് സൗണ്ടാണ്. ഇപ്പം ഡബ്ബിങ് പ്രോമിറ്റൊന്നുമില്ല. നമ്മൾ ലൈവായിട്ടാണ് ഇത് ഡയലോഗ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ രാജേഷ് തലച്ചറ നമ്മുടെ റിഹേഴ്സലൊക്കെ കണ്ടു. ഇനിയിപ്പം അത് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അസോസിയേറ്റ് നമ്മുടെ മധുവണ്ണനുണ്ട് മാക്കം. ആദ്യം തുഷാരയുടെ ഒരു സീനാണ് എടുത്തത് വരുന്നത്. അതിനുശേഷം ഞാൻ ഓഫീസിൽ നിന്നും വരുന്ന സീനാണ് എടുക്കുന്നത്. അപ്പം അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ശേഷമാണ് നമുക്ക് ബ്രേക്കുള്ളൂ, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സീൻ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തകൃതിയായി ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാത്രി 10:30 കേട്ടോ ഈ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ഹാപ്പി കപ്പിൾസ്. അപ്പോൾ ഞാൻ വരുന്ന സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നോ? കീർത്തിനമ്മ എപ്പോ എത്തി? കഴിച്ച പരമപുരത്തി കൊച്ചു നിർത്തിക്കോ. ജസ്റ്റ് ബാക്കിൽ നിന്ന് വന്നിട്ടേ എപ്പോ റോൾ ആക്ഷൻ. കീർത്തിനമ്മ അമ്മ എപ്പോ എത്തി? കഴിച്ചോ? പരമപുരത്തി ഇന്ന് 6 മണിക്കാണ് വരുന്നത്. ഇന്ന് അടുത്ത് ഒരു പ്രസവം ഉണ്ടായിരുന്നേ. അപ്പൊ ഡോക്ടറിനോട് ഞാനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയി ഇഞ്ഞു പോയിരുന്നു.
അപ്പൊ ഞാൻ ഫ്രഷായിട്ട് അമ്മ ഒന്നും കൃത്യക്ക് ഭയങ്കര ധ്യാന അത് ഓക്കെ അവിടെ തന്നെ ഇന്ന് ഉച്ചഭക്ഷണം ചോറ്, ചൂരക്കറി, ബീട്രൂട്ട് തോരന്, അവിയൽ, പപ്പടം ഇതും കൂടി കൂട്ടിയാണ്. എൻ്റെ നാട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ്. പയ്യന്നൂരിനടുത്ത് കുഞ്ഞുമംഗലത്താണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ താമസിക്കുന്നത് കരുവള്ളൂരാണ്. അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. കാസർഗോഡ് നാൻമാർമൂല ഹൈസ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കരുതല്ലേ? തെറ്റാതെ നോക്കാറുണ്ട്. ചേട്ടാ, ഈ സ്കൂളിലൊക്കെ ഈ കുട്ടികളൊക്കെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? കുട്ടികളൊക്കെ കണ്ട് ഇങ്ങനെ പറയാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്, കാണാറുണ്ട്. തികച്ചും ഒരു അധ്യാപകനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നല്ലേ പട്ടാളം? അതെ അതെ അതെ. ഞാൻ ഈ പിന്നെ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഈ സിറ്റ്കോമിൽ പട്ടാളം പരമു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിൽ നായികയുടെ അച്ഛൻ്റെ റോളാണ്. നല്ല ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏഷ്യാനെറ്റിൽ രാത്രി 10:30 ആണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അതുപോലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. പിന്നീട് നമ്മൾ പിന്നെ നാടകമാണ് നമ്മൾ ബേസ്. ചെറുപ്പം മുതലേ നാടകത്തിൽ സജീവമായിട്ടുണ്ട്. അമേച്ചർ നാടകം, തെരുവ് നാടകമൊക്കെ ആയിട്ട്. പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത് KMK തൃക്കരിപ്പൂർ വേദിയിലെത്തിക്കുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നാടകത്തിൽ പോയി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടല്ലേ അതുണ്ട്. നാടകം നമ്മുടെ രക്തമല്ലേ? അതെ അതെ. പിന്നെ ഒരു 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പി കപ്പിൾസ് കാണണം. നിങ്ങൾക്ക് സന്തോഷവും ഇഷ്ടവും. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ലിജോണനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാവരും കാണുക, നിങ്ങളെല്ലാവരും ഈ ഷോ കാണുക. രാത്രി 10:30 ഏഷ്യാനെറ്റിൽ ഹാപ്പി കപ്പിൾസ്. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.